അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് ഈ സദസ്സ് നോക്കിക്കാണുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു മണ്ഡലം കൺവെൻഷൻ്റെ പ്രതീതിയല്ല. മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു ജില്ലാ സമ്മേളനം നടക്കുന്ന ഒരു പ്രതീതിയാണ് ഈ സദസ്സിനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഞാൻ പങ്കെടുത്ത ഏറ്റവും വലിയ കൺവെൻഷൻ ഏറനാടിലെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. അതിലെ കാരണം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഗഫൂർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അധ്യക്ഷനും ഇവിടെ പറഞ്ഞതുപോലെ, നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ചേക്കേറിക്കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയോട് നിങ്ങൾ കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും കരുതലുമാണ് നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇനി ഏപ്രിൽ 9 വരെ നിങ്ങൾക്കാർക്കും ഒരു വിശ്രമവും ഉണ്ടാവുകയില്ല എന്നുള്ളത് നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ വിളിച്ചോതുന്നുണ്ട് എന്നുള്ളതും ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 3 ടേമുകളായി ഇവിടെ മത്സരിച്ച് വിജയിച്ച പ്രിയപ്പെട്ട PK ബഷീർ 3 ടേം പൂർത്തിയാക്കിയാൽ ഇനി മത്സരിക്കുമെന്നൊക്കെ സംശയമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ പാർട്ടിക്കൊരു പുനരാലോചന വേണ്ടി വന്നില്ല. ഏറനാട് PKB തന്നെ മത്സരിക്കട്ടെ എന്ന് ഒറ്റക്കെട്ടായിട്ട് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. അത് ഏറ്റവും വലിയ ശരിയായിരുന്നു എന്നിപ്പോൾ നിങ്ങളുടെ എല്ലാം ഈ വലിയ സാന്നിധ്യം പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണല്ലോ. ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ജനങ്ങൾ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഒരു ഗവൺമെൻറ്റിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ അതൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ജനങ്ങളോട് പുറം തിരിഞ്ഞു നിന്ന ഒരു സമീപനമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്നതും മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. പല കോടതി വിധികൾ പോലും സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ട്. കോടതികളുടെ വിധി എന്ന് പറയുമ്പോൾ കോടതിയുടെ കണ്ടെത്തൽ, ജഡ്ജിമാരുടെ അഭിപ്രായങ്ങൾ ഗവൺമെൻറ്റിനെ തിരുത്താൻ വേണ്ടി പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഈ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ നടന്നു. തൃക്കാക്കരയിലും പാലക്കാട്ടും, ഇപ്പോൾ ഏറ്റവും ഒഴിവിലായി നമ്മുടെ നിലമ്പൂരിൽ. അവിടെയെല്ലാം ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായ ഭൂരിപക്ഷത്തോടെ ആ തെരഞ്ഞെടുപ്പുകളൊക്കെ ജയിക്കുവാൻ കഴിഞ്ഞു. അത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ മടുപ്പ് കൊണ്ടാണ് ആ 3 ഉപതെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിക്കുവാൻ കഴിഞ്ഞത്. എന്നിട്ടും ഗവൺമെൻറ് പഠിച്ചില്ല എന്നുള്ളതാണല്ലോ. പ്രഹരം കിട്ടിയിട്ടും എന്നെ തല്ലേണ്ടമ്മാവ, ഞാൻ നന്നാവുകയില്ല എന്ന് പറഞ്ഞ് എന്നതുപോലെയായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു യാത്രയപ്പ് ഗവൺമെൻറ്റിന് കൊടുക്കാം. ഏപ്രിൽ 9 ആ പോളിങ്ങിലൂടെ യാത്രയപ്പ് ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ട് മറ്റൊരു ഗവൺമെൻറ്റിനെ നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് സ്വീകരിച്ച് ആനയിക്കാം.
നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അദ്ദേഹം കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും തുടങ്ങി യാത്ര. ആ യാത്ര എല്ലാ മണ്ഡലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് കടന്നു പോവുകയുണ്ടായി. നിങ്ങളിൽ പലരും ഇവിടെ മലപ്പുറം ജില്ലയിൽ നടന്ന യാത്രയിൽ മാത്രമല്ല മറ്റു പല ജില്ലകളിലും അതൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അവിടങ്ങളിലൊക്കെ തന്നെ നല്ല ജനസാന്നിധ്യം നമുക്കൊക്കെ കാണുവാൻ കഴിയും. അപ്പോൾ അത് തന്നെ ഏറ്റവും നല്ലൊരു ശുഭലക്ഷണമായിരുന്നു. നേരത്തെ ഇവിടെ കെ അബ്ദുക്കുട്ടി സാഹിബ് ഇവിടെ പറഞ്ഞതുപോലെ ടീം UDFൻ്റെ വിജയമാണ് സതീശൻ്റെ യാത്രയെ അത്ര വലിയ യാത്രയാക്കി മാറ്റിയത് എന്നുള്ളതാണ്. ആ ടീം UDF ആണ് ഇനി അടുത്ത 5 വർഷക്കാലം കേരളം ഭരിക്കുവാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായിരുന്നു അത്. അതേ അവസരത്തിൽ ആ സമയത്ത് തന്നെ വേറെ ചില യാത്രയും കേരളത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. അത് നിങ്ങളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ യാത്ര കണ്ടപ്പോൾ നമുക്ക് തോന്നി, ആ യാത്രക്ക് സ്വീകരണമാണോ യാത്രയപ്പാണോ ജനങ്ങൾ കൊടുത്തത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു ആ യാത്ര. ഏതായാലും ഇപ്പോൾ അവസാനം നമ്മൾ യാത്രയപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് സെക്രട്ടേറിയറ്റിൽ കേരളത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു ഭരണത്തെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടും സാക്ഷരത കൊണ്ടും രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടും വളരെ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിനനുസൃതമായി ഉള്ള ഒരു ഭരണ നേതൃത്വം കേരളത്തിന് ആവശ്യമാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾ കേരളത്തിൽ നിൽക്കുന്നില്ല. അവർ പുറം സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. അവർ ഇന്ത്യ വിട്ടുപോവുകയുമാണ്. ജോലി തേടി പോകുന്നു, അവസരങ്ങൾ തേടി പോകുന്നു. കാരണം കേരളത്തിൽ അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് രാജ്യത്തൊക്കെ പോയി അവർ ഉപജീവനം തേടുന്നു, അല്ലെങ്കിൽ നല്ല ജോലി സമ്പാദിക്കുന്നു. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന് തന്നെ പ്രയോജനപ്പെടുത്തേണ്ട വിഭവശേഷിയാണ് ഇതര സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ജനിച്ചു വളർന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാർ, അപ്പോൾ അവരെ നമുക്ക് തന്നെ പ്രയോജനപ്പെടുത്തണമല്ലോ. പല കുട്ടികളും വിദേശ രാജ്യത്ത് പഠിക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ അവർക്കനുസൃതമായിട്ടുള്ള കോഴ്സുകളില്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല പലപ്പോഴും ഇവിടെ വർദ്ധിച്ച ചെലവും, താങ്ങാനാവാത്ത ചെലവും അവർക്കുണ്ടാവും പഠനത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ സ്റ്റഡി ഇൻ അബ്രോഡ് എന്ന ഒരു സംവിധാനം തന്നെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇപ്പോൾ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊടുക്കുകയാണ്. വിദേശത്ത് പഠിക്കുക എന്നുള്ളത് ചുരുങ്ങിയ ചെലവിൽ അവർക്ക് പഠിക്കുവാൻ കഴിയും. അവർക്കിഷ്ടപ്പെട്ട കോഴ്സുകൾ എടുക്കുവാൻ കഴിയും. ആ നിലക്ക് അവരവിടെ പഠിക്കാൻ പോകുന്നു, ശരി തന്നെയാണ്. പക്ഷേ പോയി അവിടെ പഠിക്കാൻ പോകുന്നവർ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? തിരിച്ചു വന്നിട്ട് കാര്യമില്ല. പഠിച്ചത് നല്ല ജോലി കിട്ടാനാണല്ലോ. അതിവിടെ കിട്ടുകയില്ല. അവർ പഠിച്ച രാജ്യത്ത് നല്ല ജോലി കിട്ടുന്നു. ആ രാജ്യക്കാർ ഇങ്ങനെയുള്ള യുവാക്കൾക്ക്, യുവതികൾക്ക് നല്ല ജോലി കൊടുക്കാൻ തയ്യാറാകുന്നു. അവരുടെ വിഭവശേഷി പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറാകുന്നു. അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തന മികവും ആ രാജ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു.
ഇതൊക്കെ തന്നെ നമ്മുടെ നാടിന് അവകാശപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. കേരളത്തിന് അവകാശപ്പെട്ട കേരളീയരുടെ ആ വിഭവ സമ്പത്ത്, വിഭവശേഷി, അത് കേരളത്തിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇവിടത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ അതിനാവശ്യമായിട്ടുള്ള ആസൂത്രണങ്ങളും പദ്ധതികളും സംരംഭങ്ങളും അത് കേരളത്തിൽ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ പ്രകടന പത്രികകളിൽ അതുണ്ട്. ആരോഗ്യ മേഖലയിലും ആരോഗ്യ ഇൻഷുറൻസ് ഇന്നാള് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചല്ലോ. വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ ഇൻഷുറൻസ്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറിയുന്നവരാണ് നിങ്ങളെല്ലാവരും. അവിടേക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. അവിടെ വർദ്ധിച്ച ചിലവാണ്. പക്ഷേ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായി കഴിഞ്ഞാൽ ആ ചിലവിനെ മറികടന്നുകൊണ്ട് നല്ല ചികിത്സ അവർക്കൊക്കെ നേടുവാൻ കഴിയും. എന്നപോലെ കേരളത്തിലും, കാരണം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, പെട്ടെന്നുള്ള രോഗങ്ങൾ, ഇതൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണല്ലോ. അതിനൊക്കെ തന്നെ വലിയ ചിലവുള്ള ചികിത്സയുമാണ്. സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതാണ്. അപ്പോൾ അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് അത് വലിയ സഹായമാണ്. ഗവൺമെൻറ് വളരെ ആലോചിച്ചെടുത്തിട്ടുള്ളൊരു ഗവൺമെൻറ് അല്ല, നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ആലോചിച്ചെടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. അതിലൂടെ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് ചികിത്സ സൗകര്യങ്ങൾ എളുപ്പമാക്കുന്നതിനുള്ള പദ്ധതിയും UDF അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള കാരണങ്ങളായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഇങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിലും ജനങ്ങളോടൊപ്പം നിൽക്കുന്നൊരു ഗവൺമെൻറ്. ഇപ്പോൾ രണ്ട് LDFും UDFും നമ്മളാണ് ഇവിടെ മത്സരിക്കുന്നത്. UDF ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മത്സരിക്കുക. LDF ജനങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു മുന്നണിയാണ്. അവരുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നത് കൊണ്ട് ജനങ്ങളോട് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ അതിന് കണ്ടുപിടിച്ചിട്ടുള്ള സൂത്രം എന്താണ്? വലിയ പരസ്യ ബോർഡ് സ്ഥാപിച്ച് അതിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം. അതാണ് ഇപ്പോൾ ഇടതുപക്ഷം ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. PRDയുടെ മറ്റും പരസ്യത്തിലൂടെയാണല്ലോ ഗവൺമെൻറ് ജീവിക്കുന്നത്. ബസ്സായ KSRTC ബസ്സുകളിലൊക്കെ പരസ്യമാണ്. അതിലൂടെയാണ് അവർ ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളം രക്ഷപ്പെട്ട ഒരൊറ്റ മേഖലയേ ഉള്ളൂ. നേരത്തെ പൂർവ്വമാണം വേറൊരു മേഖല പറഞ്ഞു. മറ്റൊരു മേഖല എന്നുള്ളത് പരസ്യ മേഖലയാണ്. പരസ്യ മേഖല സമ്പന്നമാക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഒന്നും സാധാരണക്കാർക്ക് ഒരു കാര്യവും അതേ സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ UDFന് പരസ്യ ബോർഡിൽ കയറി സംസാരിക്കേണ്ട ഗതികേടില്ല. ജനങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആശയങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള സംസാരവും ജനങ്ങളോട് ചേർന്നതുകൊണ്ടാണ്, അവരോട് സംസാരിച്ചുകൊണ്ടാണ്, മർമറിങ്ങിലൂടെയാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവരോട് പറയുന്നത്. അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന സേവനങ്ങളെക്കുറിച്ച് നമ്മൾ അവരോട് പറയുന്നത് ഹൃദയത്തിൽ തട്ടി സംസാരിച്ചുകൊണ്ടാണ്, മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചത് കൊണ്ടാണ്. മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമ്പോഴാണല്ലോ അത് ഹൃദയത്തിൽ തട്ടുന്നത്. ഇന്നത്തെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മളിങ്ങനെ അടുത്തടുത്ത് ഇരിക്കുന്നുണ്ടാവും എല്ലാവരും. പക്ഷെ എല്ലാവരുടെ കയ്യിലും ഫോണാണ്. ഫോണിലൂടെ എവിടെയോ ഉള്ള ആൾക്കാരോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അടുത്തിക്കുന്ന ആൾക്കാരോട് ഒന്ന് രണ്ട് വാക്ക് പറയാനൊന്നും നമുക്ക് നേരം കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ തട്ടിയ സംസാരം പലപ്പോഴും കുറവാണ്. അതേ അവസരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം എന്നുള്ളത് ജനങ്ങളോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട്
പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിച്ചുകൊണ്ട് ഹൃദയപൂർവമായ ബന്ധം സ്ഥാപിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. അതിനുള്ള ഒരു തുടക്കമായി അതിൻ്റെ ഏറ്റവും നല്ല ഒരു ആ കാര്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടി ഏറനാട് നിയോജക മണ്ഡലത്തിൽ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി PK ബഷീർ സാഹിബിൻ്റെ വിജയം നമ്മൾ ഉറപ്പുവരുത്തുക. അത് നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഇനി സാങ്കേതികമായിട്ടുള്ള വിജയമാണ് നമുക്ക് ആവശ്യം. എന്നാലും നമ്മളിങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റില്ല. പരമാവധി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട്, കാരണം അദ്ദേഹത്തിന് നമ്മളൊരു അംഗീകാരം കൊടുക്കണമല്ലോ. ഗഫൂറും അദൂർ സാഹിബൊക്കെ അവിടെ പറഞ്ഞ പോലെ ബഷീർ സാഹിബ് ചെയ്ത സേവനങ്ങൾ പാർട്ടി വല്ലാതെ വിലമതിക്കുന്നുണ്ട്. പാർട്ടി മാത്രമല്ല, മുന്നണി തന്നെ അത് വല്ലാതെ വിലമതിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരൊക്കെ തന്നെ ബഷീർ സാഹിബിൻ്റെ സേവന മനസ്ഥിതിയെ മനസ്സിലാക്കുകയും പലപ്പോഴും അതിനെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്കൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മുന്നണിയിലെ മുസ്ലിം ലീഗും കോൺഗ്രസും RSP ഒക്കെ ഉൾക്കൊള്ളുന്ന മുന്നണിയിലെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും എല്ലാം. കാരണം ബഷീറിൻ്റെ പ്രത്യേകത എന്നുള്ളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ പിന്നെ അത് നടപ്പിലാക്കിയിട്ട് അദ്ദേഹം വിശ്രമിക്കുകയുള്ളൂ എന്നുള്ളതാണ്. വയനാട് ചൂരൽമലയിൽ ആ വീടുകൾ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ 2 ആഴ്ച മുമ്പ് ഈ നോമ്പിൻ്റെ തൊട്ട് മുമ്പ് നോമ്പിന് തന്നെ നമുക്ക് 50 വീടുകളുടെ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. അവകാശികൾക്കത് കൈമാറുവാൻ കഴിഞ്ഞു. അവിടെ ഉരുൾപൊട്ടിയ 1-ാം ദിവസം മുതൽ തന്നെ നമ്മളെല്ലാവരും അവിടെ എത്തി. ആ 1-ാം ദിവസം തന്നെ നമ്മൾ ചില തീരുമാനങ്ങളെടുത്തു. അവിടെ വീടും ഭൂമിയും സർവവും നഷ്ടപ്പെട്ടവർ, അവരെ പുനരധിവസിപ്പിക്കണം എന്നുള്ള ഇച്ഛാശക്തിയോടെയുള്ള തീരുമാനം. ആ തീരുമാനം പേപ്പറിലെഴുതി കടലാസിലെഴുതി ഒപ്പിട്ടത് കൊണ്ടായില്ലല്ലോ. അതവിടെ പ്രായോഗിക തലത്തിൽ അത് നടപ്പിലാക്കേണ്ടതുണ്ട്. അത് നടപ്പിലാക്കണമെങ്കിൽ അതിന് കഴിവുള്ള ഒരാളെ ഏൽപ്പിക്കണമല്ലോ. പാർട്ടി ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് പാർട്ടി ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരുപാട് പ്രവർത്തകന്മാരുടെ നേതാക്കന്മാരുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ്. മുസ്ലിം ലീഗിൻ്റെ ചൂരൽമല പദ്ധതി അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പം ആ കൂട്ടായ്മയുടെ മുമ്പിൽ നിൽക്കാൻ ഒരാൾ വേണം എന്ന് പാർട്ടി തീരുമാനിച്ചു. അവിടെയാണ് നമ്മൾ മുൻപിൻ നോക്കാതെ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തിയ മുഖം PK ബഷീറിൻ്റെ. പിന്നെ വയനാട്ടുകാർക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ബഷീർ വയനാട്ടിൽ കയറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവരൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ അവർ മുന്നോട്ട് പോവുകയാണ് പതിവ്. അതിൻ്റെ വിജയമായിരുന്നു നമുക്ക് മനോഹരമായ 50 വീടുകൾ. ഇനി 50 വീട് ബാക്കിയാണ്. എന്നാൽ ആദ്യഘട്ടം എന്നുള്ള 50 വീടുകൾ നമുക്ക് എടുത്തുകൊടുക്കാൻ കഴിഞ്ഞു. ആ മനോഹരമായ വീടുകളുടെ പൂർത്തീകരണത്തിന് PK ബഷീറിൻ്റെ ആ വലിയ സഹായം, അദ്ദേഹത്തിൻ്റെ സഹായം എന്നല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നം അത് പാർട്ടിക്ക്, മുന്നണിക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. ഗവൺമെൻറ് വേറെ പദ്ധതി അവിടെ നടപ്പാക്കുന്നുണ്ട്. ആവശ്യമാണ്, നല്ലത് തന്നെയാണ്.
ആവശ്യക്കാർക്ക് തന്നെ ഉള്ളതാണ്. ഗവൺമെൻറ് നടപ്പാക്കുമ്പോൾ നമ്മളൊരു മുന്നണിയാണല്ലോ. മുസ്ലിം ലീഗ് മാത്രമല്ലോ, മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണി. അപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കും അവിടെ കാര്യങ്ങൾ ചെയ്യാം. ആ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാര്യങ്ങളാണ് ബഷീർ അവിടെ വളരെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അത് പൂർത്തീകരിച്ചു തന്നത് എന്നുള്ളതിലും നമുക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പം അങ്ങനെ സേവന രംഗത്ത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു നാമധേയമായി പി.കെ. ബഷീർ മാറിയിരിക്കുന്നു. ഇനി 4ാം തവണയും ഏറനാടിൽ വിജയിച്ച് നിയമസഭയിലെത്തുന്ന ആൾ എന്ന ഒരു പൊതു ചരിത്രം കൂടി നമുക്കിവിടെ രചിക്കുവാൻ കഴിയണം. അതിന് അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന മഞ്ചേരിയിലെ റഹ്മത്തുള്ള മത്സരിക്കുന്നു. അതിനപ്പുറത്ത് മലപ്പുറത്ത് കുഞ്ഞാലി സാഹിബ് മത്സരിക്കുന്നു. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂരിൽ നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. തിരുവമ്പാടി പ്രിയപ്പെട്ട ഖാസിം മത്സരിക്കുന്നു. ഇങ്ങനെ തൊട്ടടുത്ത മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ മറ്റെല്ലായിടത്തും മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ഓരോരുത്തർ, കാരണം എല്ലാവരുടെയും ബന്ധുക്കളും മിത്രങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങളും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി മാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവേശ്വരൻ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ജയ്.